ഇപ്പോൾ 2007 ബിഗ് ബി ഇറങ്ങുന്ന സമയത്താണ് കുറേ പേർക്കൊക്കെ ഒരു വെള്ളിപാടുണ്ടാവും, ഇങ്ങനെ ഷൂട്ട് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡയലോഗ്സ് എഴുതാം അല്ലേ, സീനായിട്ട് തന്നെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. അപ്പം എൻ്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ വലിയ ഡയലോഗ്സ് വേണ്ട, ഒരു കുഞ്ഞു ഡയലോഗിൽ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവും എന്നുള്ളതാണ്. അതായിരുന്നു ബിഗ് ബിന്ന് എൻ്റെ ഒരു ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ജിംഷിക്ക് ബിഗ് ബി കൊണ്ട് കിട്ടിയ ലേണിംഗ് എന്തായിരുന്നു ഓർമ്മയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ജോ ഡ്രോപ്പിംഗ് ലുക്സ് ആണ് അതിനകത്ത്. മമ്മൂക്കാനെ പോലും ഞാൻ അങ്ങനെ നമുക്ക് ധ്രുവം അങ്ങനെയുള്ള പരിപാടിയൊക്കെ അല്ലേ അറിയുള്ളൂ. അതിൽ ഈ രണ്ട് ബട്ടൺ ഇട്ടൊരു ഷർട്ട് ഉണ്ട്, സെറ്റ് ആയിരുന്നു. ലിനനൊക്കെ ആ ചെയറൊക്കെ വലിയ ലോങ് ചെയറൊക്കെ. അത് അങ്ങനെയുള്ള ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ അന്ന് നമ്മളും പുറത്തുനിന്നുള്ള കണ്ടന്റുകളൊക്കെ കാണുന്നുണ്ടല്ലോടാ. പക്ഷെ അതിവിടെ ചെയ്ത കാര്യത്തിലല്ലായിരുന്നു എനിക്ക് ഈ വാവ്, ഈ ഒരു വാവ് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന കാര്യത്തിലല്ല, അത് നമ്മുടെ നാട്ടിൽ ഇവരിത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് എൻ്റെ വാവ്. ഫോർട്ട് കൊച്ചിയിലാണ് ആ ഫ്രെയിം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെ ഒരു പുൾ ഓഫ് ചെയ്തു, പറ്റുമോ? ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ലുക്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ആ ചോദ്യങ്ങളുടെ മറുപടി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാവ് ഫീൽ ചെയ്തത് എനിക്ക്. ഫോട്ടോഗ്രാഫിക്കലി ആൻഡ് മൊമെൻ്റ് തന്നെയായിരുന്നു, സ്റ്റൈലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. സ്റ്റൈൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റൈൽ. അവരും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം അമലേട്ടനായാലും സമീറയ്ക്കായാലും ഒന്നും ഇടാ ഒരു കളർ നല്ല അവർ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മലയാള പടം. യാ ഇരുവരെന്താ ജിംഷീനെ സിനിമാറ്റോഗ്രാഫറിനെ ചെയ്തത്? ഇരുവറൊക്കെ നമ്മൾ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണല്ലോ അതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് പഠിക്കുന്നത്. മറ്റേ നമ്മൾ മോഹൻലാൽ ആര് ഷൂട്ട് ചെയ്താലും നമ്മൾ മോഹൻലാലിനെ വല്ല നോക്കിയിരിക്കുള്ളൂ. ഇപ്പോൾ ആരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്യിച്ചോ, വി ഡോണ്ട് കെയർ, വി ലുക്ക് അറ്റ് മോഹൻലാൽ. പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ സിനിമ പാട്ടും ഡാൻസും കോമഡിയും അല്ലാതെ ബാക്കിയുള്ള ഇമോഷൻസ് വെച്ചും നമ്മൾ ഒരു എൻഗേജ് ആവും എന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആസ് എ പ്രേക്ഷകൻ, ആസ് എ ചെറുതിലെ. അപ്പോഴൊക്കെയാണ് പിന്നീട് നമ്മൾ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ല പടം ഇറങ്ങിയിട്ട്, ബട്ട് എന്നാലും ഒരു വിത്തിൻ 4-5 years ആയിരിക്കും നമ്മൾ എടാ അത് ലെൻസിങ് ആൻഡ് കവിത എന്നാണ് പറയാനുള്ളത്. സിനിമാറ്റോഗ്രാഫി ഈസ് കവിത. എത്ര ഷോട്ടുകൾ. അത് ഒന്നാമത്തെ കാര്യം എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടാണ്. ഇപ്പം റൂഫിൻ്റെ മുകളിൽ നിന്നിട്ട് സിമ്പിൾ ഒരു ക്രെയിൻ ഷോട്ടാണ്. പുള്ളി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കുന്നതാണ് മോഹൻലാലിൻ്റെ. മുകളിലേക്ക് വരുമ്പോഴേക്കും എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഈസ് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ആൻഡ് മൂവ്മെൻറ്റ്. ഞാൻ ഓർക്കുന്നില്ല അതെങ്ങനെയാണ്, ചെറിയ എന്തോ അനക്കം എന്തോ കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഈ അപ്പല്ലാതെ പുള്ളി ഈസ് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ഇറ്റ്. ഭയങ്കര ഒരു ഷോട്ടായിരുന്നു. പിന്നെ ഈ മിറർ ഡയലോഗ്സ് അതൊക്കെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഫിലിം ക്യാമറയുടെ ഒരു സാധനം അതിനകത്തുണ്ട്. ആ ഓൾട്ടിറ്റ്യൂഡൊക്കെ ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ എവരി ഇഞ്ച് നമുക്കിങ്ങനെ ഡീറ്റെയിൽ സ്കൈലെല്ലാം കാണാം. പുള്ളിയുടെ ലെൻസിങ് ഇരുവർ പോലെ തന്നെ ദളപതിയും എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ട്രാഫിക് ബ്രദറിനെ ആലോചിച്ച് പ്രൗഡായ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. സോറി ഫോർ മൈ ലാംഗ്വേജ്. ആസിഫലി ഓടുന്നുണ്ട്, ഓടുമ്പോൾ ആളുടെ മേത്ത് ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു ഗാഡ്ജറ്റ് എന്തോ ഉപയോഗിച്ചിട്ട് ആൾ ഓടുന്നതും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അതിനകത്ത്. ട്രാഫിക്കിലാണ് നമ്മൾ കാണുന്നത്. മീൻസ് ഓടുമ്പോൾ അയാളുടെ ബോഡി മൂവ്മെന്റ്സ് ഉൾപ്പെടെ നമുക്ക് കാണാം. യെസ്, അതിനൊക്കെ ഷൈജു ഒരു എക്സ്ട്രാ പുഷ് എടുത്തിട്ടുണ്ടാവില്ലേ? അതിനെ പറ്റിയൊക്കെ അന്ന് ഡിസ്കഷൻ പോയിട്ടുണ്ടോ? ഞാനും ശരിക്കും അതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ന്യൂബി, ആസ് എ പുതിയൊരു സിനിമാറ്റോഗ്രാഫർ, അവൻ്റെ ആദ്യത്തെ പടം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഹീൽ ഡു എനിത്തിങ് ഫോർ ഇറ്റ്. ഞാൻ റഹ്മാൻ്റെ പടം അനുരാഗരിക്കും വെള്ളം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 4-5 ദിവസം പാട്ട് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നീയോ ഞാനോ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കാത്തലോണിൽ വെച്ചിട്ട് വൈറ്റിലെ ഡെക്കാത്തലോണിൽ ബാസിയുടെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു വലിയൊരു ക്യാമറ ആയിരുന്നു അന്ന് ഞാൻ യൂസ് ചെയ്തത്, വിച്ച് വാസ് നോട്ട് ആ പ്രോജക്റ്റിന് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ളൊരു ക്യാമറ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ബിക്കോസ് ഐ ലവ് ദാറ്റ് ക്യാമറ സോ മച്ച്. എനിക്ക് അതിൻ്റെ കളർ സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാമറയുടെ. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്.
ഞാൻ ഒരു വീൽ ചെയറിൽ ഒരു ഷോട്ട് നാലാം ദിവസം എന്തോ ഒരു ഷോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോണിറ്റർ കേബിള് വീൽ ചെയറിൻ്റെ ചെറിയ വീലിൻ്റെ ഇടയിൽ കുടുങ്ങി ഞാൻ ചെയറിന്ന് താഴെ വീണു. അത് ഇങ്ങനെയാണ് ഞാൻ താഴത്തേക്ക് പോകണം. ക്യാമറ നിലത്ത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പൊക്കിക്കളഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ നെഞ്ചടിച്ചാൽ താഴെ വീണു. അപ്പോൾ എനിക്കൊരു 10 സെക്കൻഡ് എടുത്ത് ഞാൻ ശ്വാസം വിടാൻ. പറഞ്ഞു ഓക്കെ അല്ലേ, ഞാൻ ഓക്കേടാ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പോയി. പക്ഷേ രാത്രി റൂമിൽ ചെന്ന് കരിക്കും വെള്ളം ചെയ്യുമ്പോൾ ഞാനും പിന്നെ ഒരു റൂമിലാണ് താമസം. റൂമിൽ ചെന്ന് ഞാൻ കുളിച്ചും കൂടില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് എനിക്ക് പനിയടിച്ച് ഭയങ്കര പനിയായി. ഞാൻ അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 റിബ് പൊട്ടിയിട്ടുണ്ട്. ചെറിയൊരു എയർലൈനാണ്, പക്ഷേ 2 എണ്ണം അത്യാവശ്യം ക്രാക്കായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പ്ലാസ്റ്റർ ഒന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? അല്ല മോനെ, ഇത് പ്ലാസ്റ്റർ ഒന്നും ചെയ്ത് വിടാൻ പറ്റില്ല, നെഞ്ചല്ലേ. 3-4 ദിവസം റെസ്റ്റ് എടുക്കുക, ഒരാഴ്ച അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. 1 വീക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ചു വന്ന് 1 വീക്ക് കഴിഞ്ഞ് ഒരു എക്സ്റേയും കൂടെ എടുക്കണം, അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്നും വേണ്ടിയില്ല, ഓക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. റൂമിൽ പോയി റൈമി വെച്ച് എന്ത് പറഞ്ഞു, അറിയില്ല കുഴപ്പമില്ലടാ ചതവാന്ന്. ഞാൻ ഷൂട്ട് ചെയ്തല്ല, നീ ചെയ്യോ, നീ വിട്ടോളയോ? ഞാൻ ഇങ്ങനെ അനങ്ങിയൊക്കെ നോക്കുന്നുണ്ട്, എനിക്ക് ചുമക്കാൻ പറ്റും. ഞാൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും, അത് എന്ത് ചെയ്യും, ആരെങ്കിലും വിളിച്ചാലോ, ഇപ്പം ഞാൻ ലീവ് എടുക്കേണ്ടി വരുമോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് അനങ്ങി നോക്കുന്നുണ്ട്, വേദന ഉണ്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ചുമക്കാൻ പറ്റില്ല. കാണിക്കുമ്പോൾ എനിക്കിവിടെ വേദനയാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് പോയി. പറഞ്ഞു വന്ന കാര്യം ട്രാഫിക് അതേപോലെ ആയിരിക്കാം, അതേപോലെ തന്നെ ആണ്. ഷൈജുക്ക് ഫിസിക്കലി ഭയങ്കരമായിട്ട് ടയർഡായി, അല്ലെങ്കിൽ ഒരുപാട് പുള്ളി കഷ്ടപ്പെട്ട പടമാണ്. പുള്ളി അഡ്മിറ്റ് ആയിരുന്നു. ട്രാഫിക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്തോ ഡീഹൈഡ്രേറ്റ് ആയിട്ടെന്തോ തല ഇറങ്ങിയിട്ട് പുള്ളി 1-2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. സമീർ കെയാണ് എന്നിട്ട് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ട്രാഫിക് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൈജു ഖാൻ്റെ കൂടെ ജോമോൻ ജോണാണ് അസോസിയേറ്റ് ക്യാമറമാൻ. ജോമോൻ ഓൾസോ ഹെൽപ്ഡ് ഹിം എ ലോട്ട് വൈൽ ദ ഷൂട്ട് ബിക്കോസ് ദേ വർ ഫ്രണ്ട്സ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സമീർ ഖാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ജോമോനുള്ളതും ഷൈജു ഖാക്ക് ഒരു ഹെൽപ്പ് ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആ പടം. ബട്ട് സനു താഹിർ വർക്ക് ചെയ്തതാണ് ആ പടം. നമ്മുടെ രോമാഞ്ചത്തിൻ്റെ DP സനുവിൻ്റെ ഫസ്റ്റ് പടം ഷൈജു ഖാൻ്റെ കൂടെയാണ്, ട്രാഫിക്കാണ്. അൻവർ റഷീദ് എനിക്ക് തോന്നുന്നു 2010 ശേഷം ഇതുവരെ അങ്ങനെ ഒരു മാധ്യമത്തിലൊന്നും അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല. അൻവർ റഷീദായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കോൺവെർസേഷൻ പറയാം അബൌട്ട് സിനിമ. അബുഖാനെ കണ്ടു കഴിഞ്ഞാൽ ഞാനും അബുക്ക് അങ്ങനെ സിനിമ ഒന്നും സംസാരിക്കാറില്ല. ജോലിയെ കുറിച്ച് സംസാരിക്കും, വിച്ച് സിനിമ, അപ്പൊ എന്താ വരാനുള്ള എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ എന്താണ്, അല്ലെങ്കിൽ മറ്റേത് എന്തായി, ഇപ്പൊ നീ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ മറ്റവൻ എവിടെ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ. അതല്ലാതെ വേൾഡ് സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ചുള്ള ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനോ എന്നാ അബുക്കായാലും സമീർക്കായാലും ഇപ്പോൾ ഷൈജുക്കായാലും നമ്മളൊക്കെ സംസാരിക്കുമ്പോഴായാലും ഇങ്ങനെ ഈ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ തിന്നണത് സിനിമ അങ്ങനെയൊന്നുമല്ല, ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നും വർത്താനം പറയാറില്ല. അത് പറയാറുണ്ടെങ്കിൽ തന്നെ മറ്റേ പപ്സ്, മറ്റേ പഴംപൊരി, നമ്മൾ അങ്ങനത്തെ ആൾക്കാർ തന്നെ. ആമ്പുക്കയും അതേപോലെ നമ്മൾ നാട്ടിലെ കാര്യങ്ങളോ എന്തെങ്കിലും കൂട്ടുകാരെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ വ്യക്തികളെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയുള്ളൂ. വല്ലമൊക്കെ സിനിമയെ മറ്റേ ഡയറക്ടറെ അയാളുടെ മറ്റേ പടം ഉണ്ടാവും. ഓഫ്കോഴ്സ് അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവണ്ടേ, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അതിന് വേണ്ടി ആരും അങ്ങനെ ഇരിക്കാറില്ല. കുറച്ച് സിനിമ ചർച്ച ആവാം, അതിനുവേണ്ടിയൊന്നും ആരും ഇരിക്കാറില്ല. നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സിനിമ വന്നു ഒരു ലൈക്ക് യുനോ ജെന്യുവൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആരെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു കോൺവെർസേഷൻ പോയാലേ ഉള്ളൂ. ലൈഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴേ വേൾഡ് സിനിമയുടെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ട് നീ സിറ്റി കോഡ് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ഇപ്പോൾ റഹ്മാൻ ഇഷ്ടം പോലെ സിനിമ കാണുന്ന ആളായിരുന്നു. പക്ഷെ റഹ്മാൻ ഇന്ത്യൻ കണ്ടന്റാണ് റഹ്മാൻ ഇഷ്ടം. റഹ്മാൻ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റുകളാണ് അവന് കാണാൻ താല്പര്യം. ഓഫ് ബീറ്റൊക്കെ ആണെങ്കിൽ പുള്ളി നല്ലതാണെങ്കിലും പുള്ളി ഇച്ചിരി ഓഫ് ബീറ്റ് ആണെങ്കിൽ
ഇത് കാണേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ട് മാത്രം പുള്ളി എന്നെ കടിച്ചു പിടിച്ചൊക്കെ ഇരുന്ന് കാണാമെന്നല്ലാതെ പുള്ളി എൻജോയ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈജു ഖാൻ്റെ ബിഗ് കളക്ഷൻ ഉണ്ട്, ബിഗ് കളക്ഷൻ. അത് ഷൈജു ഖാൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതിൽ ഇങ്ങനെ എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറിയാണ്. അതിൽ ലിജോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, പിന്നെ അമ്പു എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താലും മിനിമം ഒരു 550 പടം ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോരുത്തരുടെ കളക്ഷൻസാ. അപ്പോൾ ഇവരുടെയൊക്കെ ടേസ്റ്റുകൾ നമുക്കിങ്ങനെ കാണാം. അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു പടമൊക്കെ ഇട്ട് കാണുമ്പോൾ ഇവരുടെ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷാഡോ അവിടെ വന്ന് ഇങ്ങനെ മിന്നിപ്പോകുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഞാൻ അതിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഷൈജു ഖാൻ ഈസ് പിന്നെ ഹാർഡ്കോർ ഫിലിം ബഫ്. ദിസ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കൂടോ, പുള്ളി ഒന്നും ചെയ്യില്ല, പുള്ളി ഇങ്ങനെ തപസ് ഇരിക്കണ പോലെ ഇരുന്ന് ഇങ്ങനെ കാണും സാധനം. അതാണ് പുള്ളിയുടെ പ്രിപ്പറേഷൻ. എന്തിനു വേണ്ടിയും പുള്ളി സമയമെടുത്ത് ഇരുന്ന് പുള്ളി എല്ലാം ഇരുന്ന് കാണും. ഇപ്പം ഈ കണ്ട ലൈബ്രറികളിൽ തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലിജോ എന്ന് പറയുന്ന ഫോൾഡറാണ്. മിക്കവാറും ഫിലിംസ് വരുന്ന കുറച്ച് റീജിയൻസ് നമുക്കറിയാലോ. ഇതൊന്നും അല്ലാത്ത ഒരു പ്രോപ്പർ ഫിലിം ഇൻഡസ്ട്രി പോലും ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്ന് സ്മോൾ സ്കെയിൽ സിനിമകളൊക്കെ ഫെസ്റ്റിവലിന് വരും. ഈ ഭാഷ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടെന്ന് പോലും നമുക്ക് അപ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഫെസ്റ്റിവലിനൊക്കെ എല്ലാ വർഷവും വരും കുറച്ചൊക്കെ. അങ്ങനെയുള്ള കളക്ഷൻസ് ഉണ്ട് ലിജോന്റെ ഫോൾഡറിൽ. പല ഒരു പടം ഞാൻ നോക്കിട്ടെ, അത് ഏത് ഭാഷ പറയുന്നത് ഭാഷ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ഇത് ഇപ്പോഴല്ലടാ, ഇതിപ്പോ യൂട്യൂബിൽ കിട്ടുമായിരിക്കും. ഇത് ഇവരെങ്ങനെ സോഴ്സ് ചെയ്ത്, ആ ഇൻട്രസ്റ്റും വേണ്ടേ, ഇപ്പൊ കാണാൻ ആഗ്രഹമുണ്ട്, എന്ത് കാണണമെന്നും കൂടെ ഉള്ളൊരു ഐറ്റം വേണ്ടേ, വിച്ച് ഇസ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് ബാഡ് എന്നുള്ളൊരു ധാരണ ഉണ്ടായാലല്ലേ അത് നടക്കുള്ളൂ. അതിന് ശേഷം ഇത് സോഴ്സ് ചെയ്യുക. ലിജോന്റെ പടങ്ങളും കണ്ടിട്ടില്ലേ, ഹീ ഈസ് ക്രേസി. പുള്ളി കാണുന്നത് അങ്ങനത്തെ പടങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം ദഹിക്കൂല, ചിലതൊക്കെ നമ്മള് ട്രഷ് ചെയ്യും. എന്തായിരുന്നു അമൽനീരത്തിന്റെ സെറ്റിലുണ്ടായിരുന്നത്? മോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് സിനിമകളാണ്, US ഹിസ്റ്ററി ഓഫ് വയലൻസ് ഒക്കെ പോലെ അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ച് ഒലച്ച ഒരു സിനിമ, ഞാനൊരു പടം കണ്ട് എല്ലാ തരത്തിലും ദി നമ്പർ 1 എന്ന് എനിക്ക് തോന്നിയൊരു സിനിമ എന്ന് പറയുന്നത് ഇൻസെൻറ്റീസ് ആയിരിക്കും. നമ്മുടെ ഡൂണിൻ്റെ ഡയറക്ടറിൻ്റെ ഇൻസെൻറ്റീസ്. അതായത് ഒരു 1-2 മാസം എന്നെ ഡിസ്റ്റർബ് ചെയ്തായിരുന്നത്. ഓവർ 2 months I was disturbed because of that movie. അത് ഷൈജുക്ക പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. എടാ ഈ പടം ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. ആ കണ്ടത് അമലേട്ടൻ്റെ ഫോൾഡറിൽ നിന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സിനിമ കണ്ടിരിക്കുന്നത് ഫ്രം ഹിസ് ലിസ്റ്റ്, മിസ്റ്റർ അമൽ നീരദ്സ് ലിസ്റ്റ്. പുള്ളിക്ക് ഇതൊന്നും അറിയില്ല, പുള്ളി അതിനൊരു കാരണമായിട്ടുണ്ട്. ബട്ട് അമലേട്ട, ദിസ് മച്ച് ഡിഫറൻസ് ഇറ്റ് മേക്സ് വെൻ യു ഡു സംതിങ്. ഓൾഡ് ബോയ് എന്താ ചെയ്തത്? That is like more like my kind of cinema. എനിക്ക് അങ്ങനത്തെ കൾട്ടാണല്ലോ, മാസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാണ്. നമ്മൾ നേരത്തെ ഈ സ്റ്റീരിയോ ടൈപ്പ് മാസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ബിഗ് ബി പോലെയാണത്. മുണ്ടാതെ മാസ് എന്ന് പറയുന്ന പോലെ ഒരു കൾട്ട് മേക്കിംഗ് ആണ്. ലവ്ഡ് ഇറ്റ് എ ലോട്ട് ഓഫ് തിങ്, എസ്പെഷ്യലി ദ സിനിമാറ്റോഗ്രഫി ആസ് യു നോ, ആൻഡ് ദ റൈറ്റിംഗ് പാർട്ട്. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വരണ്ടേ, വന്നു, നിനക്ക് വിശ്വാസമായി. സത്യം പറ, നീ ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ പിച്ച് ചെയ്ത് തീർക്കുക? പിച്ച് ചെയ്താൽ പോരല്ലോ, വി ഹാവ് ടു സെൽ ദാറ്റ് ഐഡിയ ടു ദാറ്റ് ഗൈ. നോ, അത് സെല്ല് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നില്ല, അവരത്രയും മിടുക്കന്മാരായിരിക്കും. വി ആർ നോട്ട് ദാറ്റ് ഗ്രേറ്റ്നെസ്. പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കണ്ടപ്പോൾ എന്താ തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്. പക്ഷെ എനിക്ക് സങ്കടപ്പടങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ട് എനിക്ക് സങ്കടം വരണോണ്ടാ. I love the movie Pursuit of Happiness. Actors Will Smith and his son Jaden and Will killed it എന്നുള്ളതാണ്. ഈക്വലി
അവൻ കരാട്ടെ കിഡ് ചെയ്യുന്നതിനേക്കാൾ താഴെ അത്ര എന്ത് പ്രായം ഉണ്ടോ അത് ചെയ്യുമ്പോൾ. ഭീഷ്മപർവത്തിന് ശേഷമേ ആക്ഷൻ റോബോട്ടിക് ക്യാം ഉണ്ടല്ലോ, അത് കുറേ പടത്തിൽ വരുന്നുണ്ട്. ചില പടത്തിൽ അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണോ എന്നുള്ള ചോദ്യം പല ആളുകളും റിവ്യൂ ആയിട്ടും റൈറ്റപ്സ് ഒക്കെ ആയിട്ടും വരുന്നുണ്ട്. ഒരു എക്യുപ്മെന്റ് വന്നാൽ അത് കുറേ ഓവർ യൂസ് ആവുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എക്സ്ക്ലൂസീവായിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സും നമ്മുടെ സിനിമയെ നോക്കി കാണുന്ന പോലെയല്ല. എസ്പെഷ്യലി ഇൻ ഹൈദരാബാദ് ആൻഡ് ഓൾ, അവർ ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത് അവര് ഇറ്റ്സ് ഓൾ നമ്പേഴ്സ് ഫോർ ദം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒരു സീൻ, ഇറ്റ്സ് എ ബിഗ് സീൻ എന്നിരിക്കട്ടെ, ഇപ്പൊ ഒരുപാട് സീൻസ് ഇങ്ങനെ പോകുന്നു, നീയാണ് ഡയറക്ടർ, ഒരു ബിഗ് സീൻ എന്തോ ചെയ്യണം എന്ന് തന്റെ മനസ്സിലുണ്ട്, അതിനെങ്ങനെയോ ട്രീറ്റ് ചെയ്യണം, നന്നാക്കണം. ഇതെങ്ങനെ നന്നാക്കും? പുള്ളി പറയണ റോബോട്ടിക് ആം കൊണ്ടുവന്നാൽ നന്നാവും എന്നാ പറയണേ. ഇന്ന സ്ഥലത്ത് മറ്റേ സീൻ അവിടെയാണ് ഷൂട്ട് ചെയ്യണം, നമുക്ക് അവിടെ എന്തായാലും മറ്റേ ബോൾട്ട് വേണം. ഐ ഡോണ്ട് ഈവൻ നോ ദ സീൻ. ആ സീൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാണ്ട് വന്നിട്ടല്ലേ ബോൾട്ടല്ല, നമുക്ക് ഹെലികോപ്റ്റർ വരെ കൊണ്ടുവരാം. എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് വന്നിട്ട്? അങ്ങനെയുള്ള ഓവർ യൂസും മിസ്യൂസും എല്ലാം ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിഗ് സെറ്റപ്പ് ആണെങ്കിൽ ഇത് വേണം എന്നുള്ളൊരു നയത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബോംബെയിലൊക്കെ. ബൈജാൻ വരുമ്പോൾ ഇത് 2 ട്രാക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ തോന്നുന്നു, അതൊക്കെ നടക്കുന്നുണ്ട് മാൻ. റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പോസ് ഇറ്റ് ഓർ ലൈക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ബട്ട് അങ്ങനെയുള്ള ഒരുപാട് കോമഡീസ് ഒക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട്. നമ്മളാണ് അത് ചെയ്യാത്തത്, വേറൊന്നുമല്ല, നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാ, അത്രയും കാശൊന്നും ഇല്ലാത്തതുകൊണ്ടാ. പിന്നെ നമ്മളായാലും ഇവിടെ അങ്ങനെ ഒരു ഊവണ്ടവാ പോലത്തെ പാട്ടോ ഇതോ നമുക്ക് ആഗ്രഹവും ഇല്ലല്ലോ. ഈ മലയാള പടത്തിൽ ആ ഒരു ഊവണ്ട ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചൻ, വേണ്ട, അത് അവിടെ ഉണ്ട്, നമ്മളത് കണ്ടോളാം അല്ലേ. നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവിടെ അത് എന്തോ വേണ്ട എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നായകന്റെ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അത് ഗുണം ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വി ബീയിങ് സെൻസിബിൾ, പ്രേക്ഷകനായാലും ഫിലിം മേക്കർ ആയാലും ബൈ ഓൾ ദിസ് ടൈം കുറച്ചുകൂടെ സെൻസിബിളായി എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഗുഡ്, ഇനി അങ്ങനെ തന്നെ പോട്ടെ. അസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെയിലിലും ഒക്കെ അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, ആസ്പയറിംഗ് സിനിമാറ്റോഗ്രാഫേഴ്സ്. അവരോട് എങ്ങനെയാ ഫീഡ്ബാക്ക് പറയാം? ഇങ്ങനെയുള്ള ഒരുപാട് പിള്ളേർ എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് ജെന്യുവൻ ആയിട്ടുള്ള പിള്ളേർ കേട്ടോ. നമ്മുടെ ന്യൂ ഫിലിം സ്കൂളായാലും അതേപോലെ കൊച്ചിയിലുള്ള പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, ഇപ്പം ചെന്നൈയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബോംബെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ആളല്ല. ചെറിയ ബ്രേക്കിന് ശേഷം അപ്പം തന്നെ വേറെ ഞാൻ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. നേരത്തെ വർഷത്തിലൊരു പടമൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന DPs ആണെങ്കിൽ പോലും അവർക്കൊരു 10-20 അസിസ്റ്റൻസ് ഉണ്ടാവും. എന്നിട്ടൊരു അതിൽ കുറച്ച് പേരെ ആയിരിക്കും ഒരു വർക്കിന് കൊണ്ടുപോകും, എന്നിട്ട് അവർ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോർ ഈച്ച് വർക്ക്. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഇവിടെ. ഐ എം നോട്ട് ദാറ്റ് ബിഗ്, ഐ എം സ്റ്റിൽ എ റുക്കി. ഞാൻ ഇവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ 4-5 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഒന്നാമത് കാര്യം ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ്, ചെറിയ പടങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 10-12 അസിസ്റ്റൻസിന് നിർത്തിയിട്ട് കാര്യമില്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഫ് യു ക്യാൻ വെയിറ്റ്, ഇതിലാരെങ്കിലും ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്തോറും നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇഫ് യു വെയിറ്റ് ആൻഡ് കീപ് ഇൻ ടച്ച് വിത്ത് മീ ഡെഫിനറ്റ്ലി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട്, അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്, പല DPsനെയും അസിസ്റ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കാം, പഠിച്ചിറങ്ങിയിട്ട് പടം ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരായിരിക്കാം. പക്ഷെ അതിന് മുമ്പ് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് എൻ്റെ വർക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ ഇഷ്ടമായി. ഇതിന് ശേഷം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഫ്ലോ പൈപ്പ് ലൈൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടും പിള്ളേർ വരാറുണ്ട്. അങ്ങനത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കൊല്ലങ്ങളോളം എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു സീ, സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആം ഐ ഡൂയിങ് ആൻഡ് ഡു ഇറ്റ് ഇൻ ദെയർ ഓൺ വേ, അതിന്ന് പഠിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോൾ ഒരു മാസമൊക്കെ അവർ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. അവർ അസിസ്റ്റൻസ് ആയിരിക്കില്ല, ദേ വിൽ ബി ദെയർ ഓൺ മൈ സെറ്റ്. അവർക്ക് കാണാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സീൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നൊരു പയ്യൻ വന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ, അവർ താഴെ നിൽക്കണ്ടേ. പക്ഷെ ഇവർക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ടാവും. They can be in the monitor, they can come see the lighting and
ഇന്ററാക്ട് വിത്ത് എവ്രി വൺ, ആരോട് വേണമെങ്കിലും സംശയം ചോദിക്കാം. ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ അവർ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ഇന്റേൺഷിപ്പ് ആവുന്നില്ല. അത്രേ ഉള്ളൂ. അത് എന്നാൽ കഴിയുന്ന സഹായം. കാരണം വെച്ചാൽ എനിക്ക് എല്ലാവരെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനും സ്ട്രഗിൾ ചെയ്തതാണ് ഈ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഞാനും ഒരുപാട് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന DPs ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ലേൺ ഫ്രം ദം, വിത്ത് ദം ഓർ വിതൗട്ട് ദം, ഡസന്റ് മാറ്റർ. ഫിലിമിന്ന് ഷൂട്ട് ചെയ്യൽ നിർത്തിയിട്ട് ഡിജിറ്റൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലവ് കുറയും എന്നൊരു തിയറി ഉണ്ടായിരുന്നു ഡിജിറ്റൽ വന്ന സമയത്ത്. പക്ഷെ അതത്ര ശരിയല്ല, അതൊരു ചതിയാണെന്ന് അമൽ നീരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടും പേരെക്കുറെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കണം. കുറേ ഫുട്ടേജ് എടുത്തുകൊണ്ട് എഡിറ്റർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്, 6 മണിക്കൂറൊക്കെ ഫുട്ടേജ് കൊടുത്തിട്ട് എന്താണ് അങ്ങനെ അറിയാണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് കേൾക്കുന്നു. ശരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? ഡിസിപ്ലിനേക്കാൾ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മള്. ഡിസിപ്ലിൻ എന്ത് ഡിസിപ്ലിൻ? അങ്ങനെയല്ല, ഇപ്പൊ ഞാനും കേട്ടിട്ടുള്ള ടേം അത് തന്നെയാണ്. ടേം അത് തന്നെ, ഡിസിപ്ലിൻ എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മള് കോൺഷ്യസ് ലെവല് നമ്മള് വേറെ ഹൈ ആയിരിക്കും, എവിടെയോ ആയിരിക്കും. ഇത് കേൾക്കാലോ, ഇപ്പൊ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ടിക് 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 ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ബാക്കി സൈലന്റ് ആവുമ്പോഴും ഇത് കേൾക്കാം. വൺസ് ഇത് നിൽക്കുമ്പോഴൊക്കെയാണ് ശ്വാസം വിടുന്ന ആള്. ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്യാൻ എന്ന് പറയുന്നത് അതിന്റെ വിലയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞത്, അത് എങ്ങനെ പോയാലും ഹാർഡ് ഡിസ്കിന്റെ ആയാലും വില ഉണ്ട്. പക്ഷേ ഈ ക്യാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൂടെ 4-5 മിനിറ്റ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഒരു ദിവസത്തേക്ക് ഇത്ര ക്യാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ടേക്ക് കൂടുതൽ പോയാൽ ഒരു ക്യാൻ അവിടെ മിസ്സാവുകയാണ്. അപ്പോൾ ആ ക്യാനിൽ ആക്ച്വലി ഷൂട്ട് ചെയ്യേണ്ട സാധനം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുകയാണ്. അവിടെ എനിക്ക് ക്യാൻസ് ഇല്ല, അലോട്ട് ചെയ്തിട്ടില്ല. പിന്നെ നൈറ്റിന് ഒരു ക്യാൻ, ഡേക്ക് വേറെ ക്യാൻ. ഫിലിമിന്റെ ടെമ്പറേച്ചർ മാറണ്ടടാ. ഇപ്പൊ ഡേയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണ 5-6 അപ്പൊ ഒരു ഡേ ലൈറ്റ് ടെമ്പറേച്ചറിനുള്ള ഒരു ഡേ ഫിലിം വരും. രാത്രി ആണെങ്കിൽ അത് അപ്പൊ തന്നെ ഊരി മാറ്റിയിട്ട് നൈറ്റ് ഇടും. തിര എന്ന് പറയുന്ന സിനിമ ജോമോൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റ് ടെമ്പറേച്ചറിലുള്ള ഫിലിമിലാണ്. അത് സാധാരണ നമ്മൾ ഡേ ഷൂട്ട് ചെയ്യുന്ന ഫിലിമിലല്ല, ക്യാനിലല്ല, രാത്രി ഷൂട്ട് ചെയ്യുന്ന ക്യാനിലാണ്. അതിന്റെ വൈറ്റ് ബാലൻസ് ഒക്കെ വേറെ തന്നെയായിരുന്നു. അതാണ് ടോൺ അങ്ങനെ ഇരിക്കുന്നതെന്നല്ല, ആ ടോൺ അങ്ങനെ ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ടോണിൽ ഇരിക്കില്ല. കുക്ക് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കും. പോസ്റ്റിൽ നമുക്ക് ഓക്കെ ഡെഫിനറ്റ്ലി സിനിമാറ്റോഗ്രാഫർ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇത് ഇങ്ങനെ പിടിക്കണം, ആ ഒരു സെൻസിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അതിന് ഡെഫിനറ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ, ഇമേജിന്റെ ടെമ്പറേച്ചർ ഹെൽപ്പ് ചെയ്യും. ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. പക്ഷെ ഡിജിറ്റലിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജിംഖാനയിൽ തന്നെ ഇവർ വെയിറ്റ് നോക്കുന്ന സീനില്ലേ, ഈ വെയിറ്റ് നോക്കുന്ന സീൻ, അതായത് ഒന്നാമത്തെ കാര്യം, ഇത്രയും പിള്ളേരെ നമ്മൾ അണ്ടർവെയർ ഇട്ടിട്ട് ഇതിനെ നിർത്തി കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സീനാണല്ലോ, സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഇത്തിരി സമയവും ഒക്കെ വേണം. ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ കാർഡ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എററായി. ക്യാമറ അസിസ്റ്റന്റ് പയ്യൻ വന്നിട്ട് പറയണ, ഞാൻ പഠിച്ച പണി 18 നോക്കി, ഒരു പരിപാടി നടക്കണില്ല, റെഡിനെ വിളിക്കണം, ബോംബെയിൽ ഞാൻ വിളിച്ചിട്ട് ഇത് UK അയക്കണം എന്നുള്ള മൂടാ. എല്ലാം ചെയ്തു, UK വിളിക്കുന്നു, ബോംബെന്ന് വിളിക്കുന്നു, അത് ഒരു തരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ വെൻഡർ, എൻ്റെ ക്യാമറ വെൻഡർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈസ് എ ഫ്രണ്ട്, ഈ ബീൻ വർക്കിംഗ് വിത്ത് മീ ഫോർ ലോട്ട് ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ ജെന്യൂൻ ഒരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഐ ട്രൈഡ് എവറിത്തിങ്, പക്ഷെ പരിപാടി വർക്കാവണില്ല. ഇയാൾ എന്ത് ചെയ്യാനാ, അത് ഡിജിറ്റൽ അല്ലേ, ഒരു എക്യുപ്മെൻറ്റ് ഫെയിലിയറായി. പക്ഷേ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഷൂട്ടിന് എന്ത് നഷ്ടം അല്ലെങ്കിൽ എന്ത് എക്സ്പെൻസ് ഉണ്ടായോ, ഐ എം റെഡി ടു പേ ദാറ്റ്. അപ്പോൾ പുള്ളി അതിന് വേണ്ടി റെഡി ആയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം, എൻ്റെ കൂടെ ഉള്ളൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, സജീവൻ എന്ന് പറഞ്ഞിട്ട്, അവൻ IT വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സിനിമ പ്രാന്ത് കാരണം എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കാം, ഞാനൊന്ന് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ. അപ്പോൾ ഇവൻ പറഞ്ഞത്, ഫയൽ അതിനകത്തുണ്ട്, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടുതൽ ടെക്നിക്കാലിറ്റി എനിക്ക് അറിയില്ല, അത് അവനെ അറിയുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾക്കേ അറിയുള്ളൂ. വി റിക്കവേർഡ് ദാറ്റ് ഫുട്ടേജ് ഫ്രം എ തേർഡ് പാർട്ടി, ഫ്രം നോ ബഡി. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള
ആരുമല്ലാത്ത ഒരു നോബഡിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഒരുത്തരം ഉണ്ടായിരുന്നുകൊണ്ട് അത് നടന്ന, അല്ലെങ്കിൽ ആ ഫുട്ടേജ് മൊത്തം ഡിജിറ്റലിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ്. കൺവെൻഷനലായിട്ട് ഫിലിം സ്കൂളിൽ പോയിട്ട് സിനിമാറ്റോഗ്രഫി പഠിക്കാത്തത് കൊണ്ട് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് അറിയാൻ ഫിലിം സ്കൂളിൽ പഠിക്കാഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഫിലിം സ്കൂളിൽ പോയി പഠിക്കാൻ നമുക്കൊരു സാഹചര്യം, അതിനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോകാൻ വേണം, പഠിക്കാൻ വേണം. ഓക്കെ. എൻ്റെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു. എനിക്ക് ഇപ്പം സ്കൂളിലല്ലെങ്കിൽ പോലും എനിക്ക് വേറൊരു മീഡിയം ഉണ്ടായിരുന്നു. ആ സെയിം ആർട്ട് പഠിക്കാൻ തന്നെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് പഠിക്കാമായിരുന്നു. അപ്പോൾ ഐ ചോസ് ദാറ്റ്. പിന്നെ ഫോർ മീ, ഞാനൊരു 23 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 23-ാം വയസ്സിൽ പോയി ഇനി ഫിലിം സ്കൂളിൽ പോയി 2 വർഷം. 23 വയസ്സിലാണ് ക്ലിയർ ആയിരുന്നു ഞാൻ സിനിമാറ്റോഗ്രാഫർ ആണ് എന്നുള്ളത്? ഇല്ലടാ, അപ്പോഴാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പോഴാണ് ഞാൻ തുടങ്ങണേ. 28 വയസ്സുള്ളപ്പോഴാണ് ഞാൻ, 27 വയസ്സോ 26 വയസ്സോ ഉള്ളപ്പോഴാണ് ഞാൻ 26-ലാണ് ഞാൻ കരിക്കും വെള്ളം ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ക്ഷമയില്ല. ഇനിയിപ്പോൾ ഫിലിം സ്കൂളിലൊക്കെ പോയി അതും കഴിഞ്ഞ് ഫിലിം സ്കൂളിൽ പോയാലും പിന്നെ വന്ന് അസിസ്റ്റ് ചെയ്യണ്ടേ, നേരെ പോയി അസിസ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പല വലിയ ഫിലിം മേക്കേഴ്സ് ലൈക്ക് കശ്യപൻ, എവ്രി വൺ ബുൾഷിറ്റാണ് എന്ന് പറയുന്ന പോലെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഡിസൈൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ, ശരിയാണ് അല്ലേ, അതും ശരിയാണ്. പക്ഷെ ഞാൻ ഒന്നിനോടും എതിർപ്പില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സാഹചര്യം അതിനനുവദിക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ്, യു ഷുഡ് ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ് ഇൻ എ സ്കൂൾ. വൈ നോട്ട്? സാറന്മാർ ക്ലാസ്സിലെ ലെക്ചർ കിട്ടുക എന്നുള്ളതിലുപരി അറ്റ്ലീസ്റ്റ് എന്തോരം പിള്ളേരുണ്ടാവും സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള. ആര് കണ്ട ഒരു കോമ്പിനേഷൻ പിന്നീട് വരില്ല എന്ന്. അങ്ങനെ എത്ര പേര് 3 Idiots ഒക്കെ അവരൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ. അതൊന്നും ഫിലിം സ്കൂളില്ലെങ്കിൽ കിട്ടൂ. എനിക്ക് സ്കൂളിങ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ലെക്ചറിന് ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും ഇരുന്നിട്ട് ഞാൻ അതിനേലും, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യം കഷ്ടമായിരുന്നു ആസ് എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ ആരെങ്കിലും ലെക്ചർ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടോ സ്കൂളിൽ? 1 മണിക്കൂർ ലെക്ചർ ചെയ്യാൻ വേണ്ടി? ഇല്ലില്ല. എവിടെയെങ്കിലും അതുണ്ടല്ലോ, കുഴപ്പമില്ല, പോവാൻ തോന്നുന്നില്ലേ, വർക്കാണല്ലേ. നമ്മളിവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമുക്കങ്ങനെ ടേംസ് ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടല്ലോ.